പേടി വേണ്ട കൊച്ചുമകനെ, ഭയത്തെ മറികടക്ക്. നിന്റെ കൂടെ ഞാനുണ്ട്. എനിക്കെന്താ സംഭവിച്ചത്? എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചല്ലോ. എന്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അത് എന്നിലുണ്ടായിരുന്ന സകല ശക്തികളും നിനക്ക് ലഭിച്ചതിന്റെ സൂചനയാണ്. അപ്പോ എനിക്ക് നിങ്ങളുടെ ശക്തിയെല്ലാം കിട്ടിയോ? അതെ, ഇപ്പോ എന്നിലുള്ള സർവ്വശക്തികളും നിന്റെ ദേഹത്താണുള്ളത്. അപ്പൊ ഞാൻ എങ്ങനെ ഇത് പരീക്ഷ നോക്കുക? അതിനിനിയും സമയമായിട്ടില്ല കൊച്ചുമകനെ. എപ്പോഴാ സമയാവുക? നിന്നിൽ ലയിച്ച ആ ശക്തി സർവശക്തിയോടെ പരിണമിക്കുമ്പോൾ മാത്രമായിരിക്കും. ശരി, അതെപ്പോഴാ സംഭവിക്കാന്ന് പറ. നോക്കത്, ആ വരുന്ന ധ്രുവ നക്ഷത്രം ഭൂമിയുടെ കേന്ദ്ര ബിന്ദുവിലെത്തുമ്പോൾ നിന്നിലുള്ള ശക്തി ഏറി വരും. അതിനുശേഷം നിനക്ക് ആ ശക്തി ആരുടെ മേൽ വേണമെങ്കിലും പ്രയോഗിക്കാം. അതുവരെ ഇപ്പൊ കാത്തിരിക്കണോ? കാത്തിരുന്നേ പറ്റൂ. കാത്തിരിക്കുകയല്ലാതെ വഴിയില്ല കൊച്ചുമകനെ. അതിനിടയ്ക്ക് എന്റെ ജന്മരഹസ്യം മറ്റാരെങ്കിലും അറിഞ്ഞ? അത് അസാധ്യമാണ്. ഞാനത് ആദ്യമേ നിന്നോട് പറഞ്ഞതല്ലേ. ആ രഹസ്യം നമ്മൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ആ സത്യം തെളിയിക്കാൻ സാധ്യതയുള്ള എല്ലാവരെയും ഞാൻ തന്നെയാണ് കൊന്നുകളഞ്ഞത്. അതിൽ നിന്റെ അച്ഛന്റെ ഒരു സുഹൃത്തായ സാംബശിവനും പെടും. എന്താ? സാംബശിവനെങ്കിലോ? എന്താണ് മകനെ ഇങ്ങനെ ആലോചിക്കുന്നത്? അവനല്ലാതെ മറ്റാരും സത്യം മനസ്സിലാക്കിയിട്ടില്ല. പരസ്യപ്പെടുത്താനായി അവനിന്ന് ജീവിച്ചിരിപ്പുമില്ല. ഞാൻ തന്നെ ഒരു കെണിയൊരുക്കി അവനെ അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞു. അപ്പൊ വേറെ ആരെങ്കിലും ഇത് മനസ്സിലാക്കിയ അവരെ നിങ്ങൾ കൊന്നുകളയോ അല്ലേ? ഞാനോ? എന്തിനെങ്ങനെ ചിരിക്കുന്നേ? നിന്നിലേക്ക് ഞാൻ ആ ശക്തിയെ അടക്കം ചെയ്തതേ നീ അവരെയെല്ലാം എതിർക്കാനായിട്ടാണ്. എനിക്കിന്നു മുതൽ ആരെയും നേരിടാനാവില്ല. എന്താന്ന് വെച്ചാൽ എന്റെ ശക്തികളെല്ലാം ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോ നിങ്ങൾക്ക് ഒരു ശക്തിയില്ലേ? യാതൊരു ശക്തിയും എനിക്കിപ്പോ ഇല്ല. നിങ്ങൾ ഈ സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താ? ആർക്കായാലും പറ്റും. ഒരു ചെറിയ പുഴുവിന് പോലും ഇപ്പോ എനിക്കെതിരായി നിൽക്കാൻ പറ്റും. ഇത്രയും നാൾ ആരൊക്കെ എതിരായി വന്നാലും അവരെയൊക്കെ നേരിടാനുള്ള ശക്തി എനിക്കുണ്ടായിരുന്നു. ഇപ്പോ ആ ശക്തിയെല്ലാം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ഇത്രയൊക്കെ ആയിട്ടും എന്നെ ഇവിടെ എതിരിടാനായിട്ട് ആരുണ്ട്? എന്റെ ജന്മരഹസ്യം മറ്റാർക്കും അറിയില്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉണ്ട്. എന്താന്ന് വെച്ചാ ഈ രഹസ്യം അറിയുന്നത് നിനക്ക് മാത്രമാണ്. എനിക്ക് മാത്രമല്ല, ഒരാൾ കൂടി അറിയാം. ആരാ അത്? നിങ്ങൾക്ക്. ഞാനോ?
എന്റെ മകനെ, ഞാൻ എന്ത് ചെയ്തിട്ടാ നീ എന്നോട്, എന്തിനാ എന്നോട് ഇത് ചെയ്തത്? രഹസ്യമെന്നും രഹസ്യമായി തന്നെ ഇരിക്കണം. ആ രഹസ്യങ്ങളൊക്കെ ഞാൻ മാത്രം അറിഞ്ഞാ മതി. അതിന് നീ എന്നെ, നീ ജീവിച്ചിരുന്ന അത് നാളെ എനിക്ക് തന്നെ ഒരു വിനയായി തീരും. ആ രഹസ്യം പറഞ്ഞത് ഞാൻ തന്നെയല്ലേ? എന്നെയും സംശയമായിരുന്നോ നിനക്ക്? എനിക്കിപ്പോ ആരെയും വിശ്വാസമില്ല. എന്റെ ജന്മരഹസ്യം മറ്റാരെങ്കിലും അറിഞ്ഞ അതോടെ എല്ലാം തീരും. എനിക്കൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. ശിവാനിയെ ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തില്ല. തിടുക്കം കൂട്ടിയല്ലോ മകനെ, നീ തെറ്റായി പോയി. ഞാൻ തിടുക്കം കൂട്ടിയിട്ടില്ല. എല്ലാം നല്ലതുപോലെ ആലോചിച്ച ശേഷം തന്നെയാ ചെയ്തത്. ഞാൻ ഈ ചെയ്തതൊക്കെ ശരി തന്നെയാ. എന്റെ കൊച്ചുമകനെ, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ടായിരുന്നു. അതൊക്കെ പറയുന്നതിന് മുൻപേ നീ എന്നെ, എന്നാലും നീ എന്നോട് ഇങ്ങനെയൊക്കെ. ഞാൻ നിന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നതല്ല. നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കാൻ വേണ്ട. ഞാനിപ്പോ ശക്തിശാലിയാ. നിന്റെ ശക്തി എന്റെ കയ്യിലുള്ളിടത്തോളം കാലം ഞാൻ എല്ലാത്തിനെയും ചേർത്ത് തോൽപ്പിക്കും. അതത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല എന്റെ കൊച്ചുമകനെ. പ്രയത്നിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നും തന്നെയില്ല. ഇനി നിന്റെ ആവശ്യം എനിക്കില്ല. നീ ഇനി ജീവനോടെ വേണ്ട. നിന്നിലുള്ള രഹസ്യങ്ങളും നിന്നോട് കൂടി തന്നെ മണ്ണായിട്ട് തീരട്ടെ. മഹാദേവ, ഞാൻ ത്രിവിക്രമനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി. പക്ഷേ ത്രിവിക്രം എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? അവനിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ എനിക്ക് കാണാനാവുന്നുണ്ട്. എന്താ അങ്ങനെ? മുമ്പൊക്കെ എന്നോട് പറയാതെ അവൻ എങ്ങോട്ടും പോവാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോ എന്നെ ഒന്നും വിളിക്കുന്നു പോലുമില്ല. എന്താ ഇങ്ങനെയൊക്കെ? ചില നേരത്താണെങ്കിൽ എന്നോട് വല്ലാതെ സ്നേഹം കാണിക്കും. ചിലപ്പോ തോന്നും എന്നെ സ്നേഹിക്കുന്നേ ഇല്ല എന്ന്, എന്നെ അറിയ പോലും ഇല്ല എന്ന്. എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഞാനൊരു വലിയ തെറ്റ് ചെയ്തു കൊച്ചുമകനെ. നീയും പൊറുക്കാനാവാത്തൊരു തെറ്റാണ് ചെയ്തത്. നീ എന്നെ ഇല്ലാതാക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിനക്ക് വേണ്ടി ഒരുപാട് വഴിതെറ്റി നടന്നവളാണ് ഞാൻ. എത്ര ഞാൻ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. എന്നിട്ട് നീ, എനിക്ക് നിന്നോട് ഇനിയും ഒരുപാട് സത്യങ്ങൾ പറയാനുണ്ട്. അത് കേൾക്കാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടായില്ലല്ലോ. കാളി മാതാ അപരാധം ചെയ്തു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരു സൂചന പോലും തന്നില്ലല്ലോ.
എന്താ ഇപ്പൊ ചെയ്യാ? നന്ദീശ, എന്റെ മകനെ, നന്ദീശനോട് എല്ലാ സത്യങ്ങളും പറയണം. അവൻ എന്തെങ്കിലും ചെയ്ത് ഇത് തടുക്കുമായിരുന്നു. അവനോട് ഇനിയെങ്കിലും സത്യങ്ങൾ പറയണം. അവൻ ത്രിവിക്രമനോട് ചോദിക്കാതിരിക്കില്ല. എന്റെ പ്രാണനില്ലാതാകുന്നതിന് മുൻപ് അവനോട് സത്യങ്ങൾ പറയണം എനിക്ക്. നന്ദീശ, 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 നന്ദീശ. അമ്മയുടെ ശബ്ദം പോലെ ഉണ്ടല്ലോ. അമ്മേ, 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 അയ്യോ, അമ്മേ, എന്തു പറ്റി? എന്തമ്മ ഇതെല്ലാം? അമ്മേ, നന്ദീശ, അമ്മേ, എന്തു പറ്റി അമ്മേ? അമ്മേ, ഞാനിനി ജീവിച്ചിരിക്കില്ല. മരണത്തിന്റെ കാലൊച്ച അടുത്തടുത്ത് വരുന്നു. എന്തിനമ്മ വേണ്ടാത്തൊക്കെ പറയുന്നത്? അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല അമ്മേ, ഒന്നും സംഭവിക്കില്ല. ഇല്ല നന്ദീശ, നീ എന്തു പറഞ്ഞാലും എന്റെ പ്രാണൻ നിലയ്ക്കുമെന്ന് ഉറപ്പാ. അമ്മേ, അമ്മേ, ആരമ്മേ? ആരാ ഈ കടുങ്കി ചെയ്തത്? പറയമ്മേ, ആരാണെന്ന് പറയമ്മേ. അതൊന്നും മുഖ്യമല്ല നന്ദീശ. ഞാൻ ഇത്രയും കാലം മറച്ചു വെച്ചതെല്ലാം പറയണം എനിക്ക് നിന്നോട്. നീ എല്ലാ സത്യങ്ങളും അറിയണം. അമ്മേ, അമ്മേ, അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പൊ നമുക്ക് ആശുപത്രിയിലേക്ക് പോവാ. വേണ്ട നന്ദീശ, എനിക്കിനി അധികം സമയം ബാക്കിയില്ല. എനിക്ക് നിന്നോട് സത്യങ്ങളൊക്കെ പറയണം. ആരെയാണ് നീ മകനെന്ന് കരുതിയിരിക്കുന്നത്? അവൻ നിന്റെ മകനല്ല. അമ്മേ, എന്തമ്മീ പറയുന്നത്? തൃശൂല്? നിന്റെ മകൻ തൃശൂലല്ല, ത്രിവിക്രമനാണ് നിന്റെ മകൻ. കൊച്ചുമുതലാളി? അവനെ നീ അങ്ങനെ വിളിക്കരുത്. അവനാ നിനക്ക് കൊള്ളി വയ്ക്കേണ്ടത്. നീ ജന്മം കൊടുത്ത നിന്റെ മകനാണവൻ. നീ ഇത്രയും വർഷം മകനെന്ന് വിശ്വസിച്ചത് ദിഗ്വിജയന്റെ മകൻ തൃശൂലിനെയാണ്. അമ്മേ, വെറുതെ ഓരോന്ന് പറഞ്ഞെന്നെ വേദനിപ്പിക്കില്ല അമ്മേ. ഒരിക്കലും സത്യമല്ല, ഇതൊന്നും ഒരിക്കലും സത്യമല്ല. ഞാൻ ഈ പറയുന്നതൊക്കെ സത്യം തന്നെയാ. കള്ളം. തൃശൂല് തന്നെ എന്റെ മകൻ. നിങ്ങളുടെ വക്രബുദ്ധിക്കും കുശാഗ്രതയ്ക്കും ഓരോന്ന് പറഞ്ഞ ഞാനതൊക്കെ ചെവിക്കൊള്ളണോ? പറയാമേ, ഞാനതൊക്കെ വിശ്വസിക്കണോ? നന്ദീശ, ഞാൻ നിന്റെ പെറ്റമ്മയാണ്. ഞാൻ നിന്നോട് കള്ളം പറയുക? പ്രസവിച്ചിരിക്കാം, എങ്കിലും അന്ന് തൊട്ട് ഇന്ന് വരെ എന്നെ ഉപദ്രവിക്കുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. എന്റെ കുഞ്ഞുനാൾ മുതൽ നാഗമണിക്കെന്ന് പറഞ്ഞ് പോയതല്ലേ. പിന്നെയാണെങ്കിലോ മന്ത്രവാദം, കൂടോത്രം, അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് വീട് വിട്ടിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇപ്പൊ വീണ്ടും വന്നിരിക്കുന്നത് തൃശൂൽ എന്റെ മകനല്ലെന്ന് പറയാൻ വേണ്ടിയാണോ അമ്മേ? ഞാനത് കണ്ണടച്ച് വിശ്വസിക്കണോ? എന്തോന്നും പറയട്ടെ. ഇത് വിശ്വസിച്ചേ പറ്റൂ നന്ദീശ. ഞാൻ പറയുന്നൊക്കെ സത്യം തന്നെയാ. അമ്മ വെറുതെ ഓരോന്ന്. നന്ദീശ, മരണസമയത്ത് പറയുന്ന വാക്കുകൾ
ഒരിക്കലും സത്യമാവാതിരിക്കില്ലല്ലോ. അമ്മേ, ഇപ്പോ ഞാൻ മരിക്കുമെന്ന് ഉറപ്പാണ്. അമ്മേ, അമ്മേ. നന്ദീശ, ഞാൻ പറയുന്നില്ല, നിനക്ക് കള്ളമായിട്ട് തോന്നാം. രണ്ടമാവാസിക്ക് ശേഷം നിനക്ക് സത്യങ്ങളും മനസ്സിലാവും. എന്റെ അമ്മേ. നന്ദീശ, എന്റെ മരണശേഷം എന്റെ ഈ ദേഹം ഈ ആൽച്ചുവട്ടിൽ തന്നെ സമാധി ഇരുത്തില്ലേ? എനിക്ക് വാക്കുതാ. അമ്മേ, ആയിക്കോട്ടെ അമ്മേ, ഞാൻ ചെയ്തോളാം അമ്മേ. അമ്മയുടെ ആഗ്രഹം. രണ്ടമാവാസി നന്ദീശ, എല്ലാം നിനക്ക് തന്നെ മനസ്സിലാവും. രണ്ടമാവാസി, അത്രമാത്രം. അമ്മേ, 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 അമ്മേ. നിന്റെ മകൻ തൃശൂലല്ല, ത്രിവിക്രമനാണ് നിന്റെ മകൻ. നീ ഇത്രയും വർഷം മകനെന്നും വിശ്വസിച്ചത് ദിഗ്വിജയന്റെ മകൻ തൃശൂലിനെയാണ്. തൃശൂൽ, മോനെ തൃശൂൽ, എന്റെ അമ്മ ഇന്ന് എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? നീ മുതലാളിയുടെ മകനാണെന്ന്. എന്റെ മകനല്ലെന്ന്. എനിക്ക് പിറന്ന മകൻ കൊച്ചു മുതലാളിയാണെന്ന്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അമ്മ പറഞ്ഞതെല്ലാം അസത്യമാകട്ടെ എന്ന് എന്റെ പ്രാർത്ഥന. എപ്പോഴൊക്കെ അവരെന്റെ മുമ്പിൽ വന്ന് പെട്ടിട്ടുണ്ടോ ഇതുപോലെ ഓരോന്ന് പറഞ്ഞ് വെറുതെ എന്റെ മനസ്സമാധാനം കെടുത്തിക്കളയും. എന്നാലും ആരെങ്കിലും മരിക്കുന്ന നേരത്ത് കള്ളം പറയാൻ നിൽക്കൂ? ആ, സത്യ പറയുന്നത്. എന്റെ അമ്മ അപ്പോഴും പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും സത്യം എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നീ എന്റെ മകനല്ലാന്ന്
ഞാൻ എങ്ങനെയാടാ വിശ്വസിക്കാം?